തൃശ്ശൂരിൽ അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന സംശയവും ആരോപണവും ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ തന്നെ ഉണ്ടായല്ലോ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെയല്ല, തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് BJP വ്യാപകമായി വോട്ട് ചേർക്കുന്ന ആരോപണം ഉയർത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അന്ന് അത് ശ്രദ്ധിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല, അത് വലിയ തോതിൽ ഏറ്റെടുക്കപ്പെട്ടില്ല. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷവും CPI അടക്കമുള്ള കക്ഷികൾ ഈ പ്രശ്നം ഉയർത്തുകയും ചെയ്തു. അന്നും ഇതിന് വലിയ സ്വീകാര്യത കിട്ടിയില്ല. പക്ഷേ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇത് നടക്കുന്ന പണിയാണെന്നും രാജ്യമൊട്ടാകെ തെരഞ്ഞെടുത്ത മണ്ഡലങ്ങളിൽ നടത്തുന്നുണ്ട് എന്നും വ്യക്തമാക്കുമ്പോഴാണ് ഇതിലേക്ക് കുറച്ച് സീരിയസ് ആയിട്ട് ഇൻ ചെയ്യാൻ നമുക്ക് തോന്നുന്നത്. അത് പ്രധാന കാര്യമാണ്. രാജ്യത്താകമാനം തെരഞ്ഞെടുപ്പ് അട്ടിമറി നടത്തുകയല്ല അവർ ചെയ്യുന്നത്, അട്ടിമറി നടത്തുന്നവർ നടത്തുന്നത്. മറിച്ച് ഒരു മണ്ഡലത്തിലെ ഒരു സംസ്ഥാനത്തെ ഭൂരിപക്ഷത്തെ നിർണ്ണയിക്കാൻ കഴിയുന്ന ചില പ്രത്യേക പോയിന്റുകൾ മാത്രം തിരഞ്ഞെടുക്കുകയും അവരെ മാത്രം പണിയെടുക്കുകയും ചെയ്യുകയാണ് അവർ ചെയ്യുക. അതിൽ തന്നെ ഈ നാരോ എഡ്ജിൽ വിജയിക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, അത് മാത്രം മാർക്ക് ചെയ്യുകയും അവിടെ മാത്രം പണിയെടുക്കുകയും ചെയ്യും. ബാക്കിയുള്ളിടത്തെല്ലാം സാധാരണ പോരാട്ടം നടക്കും. പക്ഷേ ചില പ്രത്യേക കേന്ദ്രങ്ങൾ, അതാണ് നമ്മൾ കണ്ടത്. ബാംഗ്ലൂർ സെൻട്രൽ എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലത്തിൽ ഒരൊറ്റ മണ്ഡലമുണ്ട്, മഹാദേവപുരം. അവിടെ മാത്രം കൃത്യമായി പണിയെടുക്കുന്നു. അവിടെ 1 ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഒരു അസംബ്ലി സെക്ഷനിൽ ഒരു മണ്ഡലത്തിൽ കിട്ടുകയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് പണിയെടുത്തത് നമ്മൾ കണ്ടു. ഒരു 70 വയസ്സായ ഒരു സ്ത്രീ, അവർ 3 തവണയാണ് ഫോം 6 ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ആദ്യമായി വോട്ട് ചേർക്കാനുള്ള സാധനമാണ് ഫോം 6. അത് ഒരു തവണയെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ കഴിയും. ഇവർ 3 തവണ ഉപയോഗിച്ചിരിക്കുന്നു. പിന്നെ 40-50 പേരും താമസിക്കുന്ന ഒറ്റമുറി വീട്, അവിടെ തന്നെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ. ഇന്ത്യ ടുഡേ ചാനൽ അവിടെ പോയി നോക്കുമ്പോൾ ഈ പറഞ്ഞ ആളുകളൊന്നും അവിടെ താമസിക്കുന്നത് കാണുന്നു. അപ്പോൾ വളരെ ആസൂത്രിതമായിട്ടുള്ള അട്ടിമറികൾ ഒരു പ്രത്യേക കേന്ദ്രത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ട് നടത്തുക. ആ നടത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മണ്ഡലത്തിൻ്റെ, ഒരു ലോക്സഭാ മണ്ഡലത്തിൻ്റെ ആകെ വിധി നിർണ്ണയിക്കാവുന്ന ഒരു പ്ലാനാണ്. അതവർ ഇന്ത്യയിൽ പല മണ്ഡലങ്ങളിലും നടത്തിയിട്ടുണ്ടാവണം. ഡിജിറ്റൽ കോപ്പി ഞങ്ങൾക്ക് ഈ വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ കിട്ടിയാൽ രാജ്യത്താകമാനമുള്ള മണ്ഡലങ്ങളിലെ വിധിയെ ഞങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ കഴിയുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത്. കൊടുക്കാൻ ഇവർ തയ്യാറല്ല. ഇവരെൻ്റെ CCTV ഫുട്ടേജസ് കൊടുക്കാൻ തയ്യാറല്ല. ഒരു നിലയ്ക്കുള്ള പരിശോധനയ്ക്കും ഇലക്ഷൻ കമ്മീഷൻ ഓപ്പൺ അല്ല എന്ന് കാണുക. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുന്ന മണ്ഡലങ്ങളിൽ ഇത് നടത്തുന്നു. ഇതിനെക്കുറിച്ച് ഇപ്പോൾ 2019 BJP വിജയിച്ചതിന് ശേഷം അശോക യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായ ഒരു സബ്യസാജി ദാസ്, അദ്ദേഹം ഒരു പഠനം പുറത്തിറക്കുന്നുണ്ട്. ആ പഠനത്തിൽ അദ്ദേഹം പറയുന്നത് BJP സമാനമായ പണി 2019 എടുക്കുന്നുണ്ടെന്നാണ്. പക്ഷേ അന്ന് അദ്ദേഹത്തെ യൂണിവേഴ്സിറ്റി തള്ളി പറഞ്ഞു. ഗവൺമെൻറ് അദ്ദേഹത്തെ വേട്ടയാടി. 2023 ആയപ്പോൾ അദ്ദേഹത്തിന് അശോക യൂണിവേഴ്സിറ്റിയിലെ പണി നിർത്തി പോകേണ്ടി വന്നു. പക്ഷേ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങളുണ്ട്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ളൊരു മണ്ഡലം, അവിടെ എന്തായാലും ഞങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യപ്പെടാൻ സാധ്യതയില്ല. അവിടെ മുസ്ലിങ്ങളെ പരമാവധി വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് വെട്ടാനുള്ള പണി നടത്തുന്നതാണ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. രണ്ടാമത് 5 മണിയോട് അടുക്കുമ്പോൾ ചില ബൂത്തുകളിൽ മാത്രമായി വലിയ തോതിൽ വോട്ടർ ടേൺ ഔട്ട് കൂടും. ആ ചില ബൂത്തുകളിൽ, ചില മണ്ഡലങ്ങളിൽ, ആ മണ്ഡലങ്ങളിലെ അവസാനത്തെ വിധിയെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അവിടെയെല്ലാം വിജയിച്ചിരിക്കുന്നത് BJP ആണ്. പിന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അത് സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥർ നിരീക്ഷകരായും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരായും പങ്കെടുത്തിട്ടുള്ള സ്ഥലങ്ങളിലാണ് പ്രധാനമായും BJP ജയിച്ചിട്ടുള്ളത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ടല്ലോ, അവിടുത്തെ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ പ്രധാനപ്പെട്ട കീ പോസ്റ്റുകൾ വന്നിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ അട്ടിമറി നടന്നിട്ടുണ്ടെന്ന് അദ്ദേഹം പഠനത്തിൻ്റെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഉദ്യോഗസ്ഥർ, അവരുടെ താല്പര്യങ്ങൾ എന്നിവയെല്ലാം ഇതിനകത്ത് പ്രവർത്തിക്കാനുള്ള സാധ്യതയെ ചൂണ്ടിക്കാണിക്കുന്നു. പിന്നെയും കുറേ സംഗതികൾ അദ്ദേഹം കാണിക്കുന്നുണ്ട്. വോട്ടർ പട്ടികയിൽ നടത്തിയിട്ടുള്ള ക്രമക്കേട്, ഈ ഡ്യൂപ്ലിക്കേഷൻ, വിലാസ പ്രശ്നങ്ങൾ, ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പഠനം. പക്ഷേ അന്ന് 2019 പുൽവാമ, അതിനുശേഷം ഉണ്ടായ, നേരത്തെ അജിംസ് പറഞ്ഞ ഒരു വൈകാരിക അന്തരീക്ഷം രാജ്യത്തുണ്ടായിരുന്നു. അതിനുശേഷമുള്ള വിജയത്തിനകത്ത് ഇത്തരം ക്രമക്കേടുകളെക്കുറിച്ചുള്ള ചർച്ചകൾ എവിടെയും നടന്നില്ല. അപ്പോൾ ഇത് വളരെ പ്രധാനമാണ്. രാജ്യത്ത് പലയിടത്തായി പല പ്രത്യേക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് വളരെ ഷാർപ്പായിട്ടുള്ള ഓപ്പറേഷൻ നടത്തുകയും വിജയിക്കുകയും ചെയ്യുന്നു. അത് നേരത്തെ പറഞ്ഞ ഈ സബ്യസാജി ദാസിൻ്റെ പഠനത്തിനകത്ത് ഒരു കാര്യമുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥർ, അത് നമുക്ക് ഇവിടേക്ക് കൂടി കൊണ്ടുവരാവുന്നൊരു കാര്യമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥർ ഈ മോണിറ്ററിംഗ് നടത്തിയിട്ടുള്ള അധികാരസ്ഥാനീയരായിട്ടുള്ള തെരഞ്ഞെടുപ്പിനകത്ത് ക്രമക്കേട് നടന്നുവെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും അതിനകത്ത് അന്വേഷണം നടത്തുകയും ചെയ്യേണ്ട ബാധ്യത ആർക്കാണ്? സംസ്ഥാന സർക്കാരിനാണ്. BJP ഭരിക്കുന്ന ഉത്തർപ്രദേശിലോ അല്ലെങ്കിൽ മധ്യപ്രദേശിലോ രാജസ്ഥാനിലോ ഒന്നും ഈ പറയുന്ന ആരോപണം ഉന്നയിച്ചാൽ അതിന്മേൽ അന്വേഷണം നടക്കുക, ഉദ്യോഗസ്ഥർ അക്കൗണ്ടബിൾ ആവുകയും ചെയ്യില്ല. പക്ഷേ ഇവിടെ വേണ്ടേ? അതാണ് മൗലികമായ ചോദ്യം. അതായത് ഉദ്യോഗസ്ഥർക്ക് പങ്കാളിത്തമുണ്ട്, അവർ കേന്ദ്ര താല്പര്യത്തിൻ്റെ വാഹകരാകുന്നു എന്ന പ്രശ്നം ഉന്നയിച്ച് പഠന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുള്ള ഇന്ത്യയിൽ ഇപ്പോൾ തൃശ്ശൂരിലെ കളക്ടർ അടക്കമുള്ള ആളുകൾ ഞങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിച്ചില്ല എന്ന് ഘടകകക്ഷിയായിട്ടുള്ള പ്രധാന കക്ഷിയായ CPIക്ക് ആരോപണമുണ്ടെങ്കിൽ അതിന് ഒന്നാമത്തെ ഉത്തരവാദിത്തമുള്ള സർക്കാരാണ്. സർക്കാരിനുള്ള ഉദ്യോഗസ്ഥർ ഇത് കണ്ടുനിന്നോ? ഈ പറയുന്ന BLOമാർ ഇതെല്ലാം ഈ വോട്ട് ചേർത്തപ്പോൾ അവർ എന്ത് ചെയ്യുകയായിരുന്നു? അന്വേഷണ പരിശോധന നടത്തേണ്ട ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യുകയായിരുന്നു? ഇത് പരിശോധിക്കാനുള്ള ബാധ്യതയിൽ നിന്ന് സർക്കാർ മാറി നിൽക്കുകയാണോ? ഇത് ഗവൺമെൻറ് ആരോപണം ഉന്നയിക്കുക മാത്രമല്ല, അന്വേഷണം നടത്താൻ കഴിയുന്ന നമുക്ക് ബീഹാറിൽ പോയിട്ടോ മധ്യപ്രദേശിൽ പോയിട്ടോ രാജസ്ഥാനിലോ അല്ലെങ്കിൽ ഗുജറാത്തിലോ പോയിട്ടോ അന്വേഷണം നടത്താൻ ആവശ്യപ്പെടാൻ കഴിയില്ല. അന്വേഷണം നടത്തില്ല. പക്ഷേ ഇവിടുത്തെ നമ്മുടെ ഹോപ്പ് എന്നാണ്, ഇവിടെ ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നേതൃത്വം കൊടുക്കുന്ന LDF സർക്കാരാണ്. ആ സർക്കാരിന് കീഴിൽ ഇതിനകത്ത് പരിശോധന നടത്താൻ അവർക്ക് കഴിയും. ആ പരിശോധനയിലേക്ക് പോകാൻ ഗവൺമെൻറ് തയ്യാറുണ്ടോ? അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് എടുക്കാൻ സർക്കാർ തയ്യാറുണ്ടോ? ഈ ചോദ്യം ആണ് സർക്കാരിൻ്റെ മുമ്പിലേക്ക് വെക്കപ്പെടേണ്ട ചോദ്യം എന്നാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ അജിംസ് പറഞ്ഞത് അതിനകത്ത്
ഗവൺമെൻറ് പൂർണ്ണതയിൽ അതിനെ ഏറ്റെടുക്കാത്തത് നിർഭാഗ്യകരമായ കാര്യമാണ്. BJP എന്ന് പറയുന്ന കക്ഷി അങ്ങനെ കത്തോലിക്ക സഭയെ ആകെ പ്രീണിപ്പിച്ചുകൊണ്ടും പൂരം കലക്കിക്കൊണ്ടും സുരേഷ് ഗോപി 2 വർഷക്കാലം ഗ്രൗണ്ടിലിറങ്ങി നിറഞ്ഞെന്ന് പ്രവർത്തിച്ചുകൊണ്ടും വിജയിച്ചതാണെന്ന് നിഷ്കളങ്കമായി നമ്മൾ മഹാഭൂരിപക്ഷം പേരും വിചാരിക്കുന്നു. പക്ഷെ അങ്ങനെ മാത്രമല്ല BJPയുടെ വിജയം, വളരെ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഓർക്കസ്ട്രേഷൻ അതിനകത്തുണ്ടെന്ന് രാഹുൽ ഗാന്ധി ഇപ്പോൾ തുറന്നു കാണിച്ചിരിക്കുകയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വിജയത്തെക്കുറിച്ചുള്ള ഒരു പുനരന്വേഷണം അനിവാര്യമായ ഘട്ടത്തിലാണ്. അതിൽ സർക്കാർ എന്ത് ചെയ്യുന്നു എന്നാണ് നാം ഉറ്റുനോക്കേണ്ടതെന്ന് ഞാൻ പറയും.